അപ്പോൾ നമ്മുടെ പഴനി യാത്ര സ്റ്റാർട്ട് ചെയ്യാൻ പോകാം കേട്ടോ. അപ്പോൾ ഇന്ന് സാറ്റർഡേ മോർണിംഗ് ആണ്, ഏകദേശം ഒരു 8 മണി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ലഗേജും ബാക്കി സാധനങ്ങളെല്ലാം വണ്ടിയിലേക്ക് ലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ 4 പേരുടെ ലഗേജസ് ഒക്കെയാണ് ഇത്. അപ്പോൾ നമ്മൾ സാധനങ്ങളെല്ലാം തന്നെ വണ്ടിയിൽ കയറ്റി വെച്ചു. ഇന്ന് സാറ്റർഡേ നൈറ്റ് നമ്മൾ പഴനി സ്റ്റേ ആണ്, ഞായറാഴ്ചയാണ് റിട്ടേൺ ഉള്ളൂ. അത്ര ഉള്ള സാധനങ്ങൾ നമ്മൾ വണ്ടിയിൽ കയറ്റിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇനി ഇവിടുന്ന് നേരെ പഴനിക്ക് സ്റ്റാർട്ട് ചെയ്യുവാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഈ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തേക്കുന്നത് എറണാകുളത്തു നിന്നാണ് കേട്ടോ. അപ്പോൾ എറണാകുളത്തു നിന്നാണ് നമ്മൾ നേരെ പഴനിക്ക് പോകുന്നത്. അപ്പോൾ ഇത് നമ്മൾ പാലിയേക്കര ടോളിലെത്തി കേട്ടോ. സ്ഥിരം ഉള്ള പോലെ തന്നെ അത്യാവശ്യം ഇവിടെ തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം അവിടെ ടോളും കൊടുത്ത് നമ്മൾ ഇവിടുന്ന് നേരെ നമ്മൾ ഹൈവേയിലേക്ക് കയറി നേരെ വിട്ട് പോവാണ് കേട്ടോ. ഇപ്പം നമ്മുടെ അങ്കമാലി തൊട്ടിട്ട് പിന്നെ അങ്ങോട്ട് പാലക്കാട് വരെ നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഡ്രൈവ് ചെയ്ത് പോകാൻ പറ്റിയ നല്ല കിടിലൻ റോഡാട്ടോ. അതുകൊണ്ട് തന്നെ നമുക്ക് വേഗം അങ്ങ് എത്തിപ്പെടാനായിട്ട് സാധിക്കും. ഒരുപാട് ട്രാഫിക്കോ കാര്യങ്ങളൊന്നും നമുക്ക് അവിടെ കിട്ടത്തില്ല കേട്ടോ. പളനിക്ക് പോകുന്നത് ഞാനും അളിയനും അമ്മയും വീണയും ഇഷുവും കേട്ടോ. ഞങ്ങൾ 5 പേരാണ് പളനിക്ക് പോകുന്നത്. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചിട്ടില്ല. പാലക്കാടൊക്കെ എത്തിയതിന് ശേഷം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാന്നുള്ള രീതിയിലാണ് നമ്മൾ പോകുന്നത് കേട്ടോ. ഞാൻ പറഞ്ഞ പോലെ നല്ല കിടിലൻ ഹൈവേ ആണ്. അതായത് എറണാകുളത്തു നിന്നൊക്കെ നല്ലൊരു കിടിലൻ ഹൈവേ കിട്ടണമെങ്കിൽ നമുക്ക് ഈ റൂട്ട് വന്നു കേട്ടോ. ഈ റൂട്ട് വന്നു കഴിഞ്ഞാൽ നല്ല അടിപൊളിയാണ്. പാലക്കാട് കോയമ്പത്തൂരൊക്കെ പോകാനുള്ള റോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല കിടിലൻ ഹൈവേ ആണ്. നമുക്ക് അടിപൊളിയായിട്ട് ഡ്രൈവ് ചെയ്ത് എക്സ്പീരിയൻസ് ചെയ്ത് പോകാൻ പറ്റിയ നല്ല റോഡാട്ടോ. എന്നാൽ തന്നെ അവിടെ എഴുതി വെച്ചേക്കുന്ന സ്പീഡൊക്കെ കീപ്പ് ചെയ്താൽ പോകാവുള്ളൂ. ഓവർ സ്പീഡൊന്നും പോകാതെ പറഞ്ഞേക്കുന്ന സ്പീഡിൽ തന്നെ എല്ലാവരും പോകാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ കുതിരാൻ തുരങ്കം വന്നു കേട്ടോ. അപ്പോൾ നമ്മൾ നേരെ തുരങ്കത്തിനകത്തേക്ക് കയറാൻ പോവുകയാണ്. അപ്പോൾ ഈ ഒരു തുരങ്കത്തെക്കുറിച്ച് പറയാനാണെങ്കിൽ നാഷണൽ ഹൈവേ 544 പാലക്കാട് ജില്ലയിലെ വടക്കാഞ്ചേരിക്കും തൃശ്ശൂർ ജില്ലയിലെ മണ്ണുത്തിക്കും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു തുരങ്കമാണ് കേട്ടോ ഈ കുതിരാൻ തുരങ്കം. അതായത് കുതിരാൻ എന്ന് പറയുന്ന ഒരു മലയാണ്, ഇത് ഫുള്ള് പാറയുടെ മല. അപ്പോൾ അതിനെ തുരന്നിട്ടാണ് ഈ ഒരു തുരങ്കം ഉണ്ടാക്കിയേക്കുന്നത്. ഏകദേശം ഒരു 1 കിലോമീറ്ററോളം ലെങ്ത് ഉള്ള ഒരു തുരങ്കമാണ് കേട്ടോ ഇത്. നമ്മൾ ഈ പോകുന്ന തുരങ്കത്തിന്റെ തൊട്ടപ്പുറമായിട്ട് വേറൊരു തുരങ്കം കൂടെ പണിതുകൊണ്ടിരിക്കുകയാണോ. അങ്ങനെ ആയി കഴിയുമ്പോഴത്തേന് ഈ ഒരു തുരങ്കം അങ്ങോട്ടേക്ക് പോകുന്ന വണ്ടികൾക്ക് മാത്രമായിട്ട് മാറും ഭാവിയിൽ. പിന്നെ അപ്പുറത്തെ തുരങ്കമായിരിക്കും ഇപ്പുറത്തേക്ക് തന്നെ വണ്ടികൾക്കായിട്ട് തുറന്നു കൊടുക്കുന്നത് കേട്ടോ. ഇപ്പം അതിൻ്റെ പണി നടക്കുന്നതുകൊണ്ട് തന്നെ ഈ ഒരു തുരങ്കത്തിൽ കൂടെയാണ് അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും എല്ലാം വണ്ടി പോകുന്നത്. എന്തായാലും അത്യാവശ്യം നല്ല വലിപ്പമുള്ള നല്ല വീതിയുള്ള ഒരു തുരങ്കം തന്നെയാണ് ഇതോ. ഇത് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് ഹോട്ടലിൽ കയറിയേക്കുവാണ്. അപ്പം നമ്മൾ പഴനിയിലേക്ക് പോകുന്നതുകൊണ്ട് തന്നെ നമ്മൾ ഫുള്ള് വെജിറ്റേറിയൻ ആണ്. 3 ദിവസത്തേന് നമ്മളൊരു നോമ്പ് നോക്കിയിട്ടാണ് കേട്ടോ പളനിയിലേക്ക് പോകുന്നത്. അതുകൊണ്ട് നമ്മൾ ഫുള്ള് വെജിറ്റേറിയൻ ആണ്. അപ്പം മോർണിംഗ് നമ്മൾ ദോശയോ മസാല ദോശ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ വേണ്ടിയാണ് ഇവിടെ കയറിയിരിക്കുന്നത്. അപ്പം ഞാൻ ഒരു മസാല ദോശ ഓർഡർ ചെയ്തു. അവരൊക്കെ കുറച്ച് പൂരിയും മസാലകളും ഒക്കെ ഓർഡർ ചെയ്തു. പിന്നെ ചായയും ഓർഡർ ചെയ്തു കേട്ടോ. ഇവിടുത്തെ ചായ കൊണ്ടുവരുന്നത് മുഴുവൻ സ്റ്റീൽ ഗ്ലാസ്സുകളിലാണ്. അപ്പോൾ സ്റ്റീൽ ഗ്ലാസ്സിൽ ചായയും കുടിച്ച് മസാല ദോശയൊക്കെ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. നമ്മൾ കയറിയേക്കുന്ന ഒരു പ്യുവർ വെജിറ്റേറിയൻ ഹോട്ടലായിരുന്നു. ഫുഡൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ദോശയും കഴിച്ച് ചായയൊക്കെ കുടിച്ച് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ഹോട്ടലിന്റെ തൊട്ടപ്പുറമായിട്ട് ലൈവായിട്ട് വാഴക്ക ചിപ്സ് ഒക്കെ വറുത്ത് കൊടുക്കുന്ന വേറൊരു കടയുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ അവിടെ കയറി കുറച്ച് ചിപ്സ് ഒക്കെ മേടിച്ച് നമുക്ക് പോണ വഴിക്ക് കഴിക്കാനും പിന്നെ അവിടെ ചെല്ലുമ്പോൾ റൂമിലൊക്കെ ചെല്ലുമ്പോൾ കഴിക്കാനൊക്കെ ആയിട്ട് കുറച്ച് ചിപ്സും വേറെ കുറച്ച് സ്നാക്സും ഒക്കെ മേടിച്ചുകൊണ്ട് ഞങ്ങൾ അവിടെ നിന്ന് വീണ്ടും പളനിക്ക് യാത്ര തുടങ്ങി കേട്ടോ. അപ്പോൾ ഈ ഒരു വഴി ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ നല്ല ഹൈവേ ഒക്കെ ആയതുകൊണ്ട് നമുക്ക് ഒട്ടും വണ്ടി ഓടിക്കാൻ ഒട്ടും മടുപ്പ് തോന്നുന്നില്ല കേട്ടോ. നമ്മൾ ട്രാഫിക്കിലൊന്നും പെടാതെ ചുമ്മാ പോകുന്നതുകൊണ്ട് തന്നെ നമുക്ക് വളരെ മടുപ്പില്ലാതെ നമുക്ക് ഡ്രൈവ് ചെയ്ത് പോകാനായിട്ട് സാധിച്ചു കേട്ടോ. അങ്ങനെ നമ്മൾ തമിഴ്നാടിന്റെ മണ്ണിലേക്ക് കയറി കേട്ടോ. അതായത് കേരളത്തിന്റെ ലാസ്റ്റ് ബോർഡർ വന്ന ഗോപാലപുരം എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അതിലെയാണ് നമ്മൾ തമിഴ്നാട്ടിലേക്ക് കയറിയത് കേട്ടോ. തമിഴ്നാടിന്റെ റോഡ് പിന്നെ പറയേണ്ട കാര്യമില്ല. നല്ല അടിപൊളി ക്ലീൻ ആൻഡ് നീറ്റ് നല്ല വീതിയുള്ള നല്ല കിടുകാച്ചി റോഡ് തന്നെയാണ് കേട്ടോ. കേരളത്തെ അപേക്ഷിച്ച് കേരളത്തെക്കാളും ബെറ്റർ റോഡ് തമിഴ്നാട്ടിലേക്ക് പോകുന്ന ആ റോഡ് തന്നെയാണ് കേട്ടോ. അപ്പോൾ കയറിയപ്പോൾ തന്നെ ഒരുപാട് തെങ്ങും തോപ്പുകൾ കണ്ടോ. ഇഷ്ടം പോലെ തെങ്ങും തോപ്പുകൾ ലെഫ്റ്റിലും റൈറ്റിലും ആയിട്ട് ഇഷ്ടം പോലെ തെങ്ങും തോപ്പുകളാണ്. അപ്പോൾ അതിലേക്ക് പോകാനായിട്ട് നല്ല ഫീലാട്ടോ. അപ്പോൾ അതൊക്കെ കണ്ട് ഞങ്ങൾ നേരെ തമിഴ്നാട്ടിൽ കൂടെ ഇങ്ങനെ പോവുകയാണ്. കുറച്ചങ്ങനെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേന് കാറ്റാടിപ്പാടങ്ങൾ കണ്ടു കേട്ടോ. ഹൈവേയുടെ സൈഡിൽ നിന്ന് കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് ഇങ്ങനെ കാറ്റാടികൾ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നത് കാണാം. അതായത് വിൻമില്ലുകൾ ഒരുപാട് നമുക്ക് ഈ പോണ ഹൈവേയുടെ സൈഡിൽ കൂടെ കാണാനായിട്ട് സാധിക്കും കേട്ടോ. ഒരുപാടുണ്ട്, ഒരുപാട് നമുക്ക് എണ്ണിയാൽ തീരില്ല. അതേപോലത്തെ ഒരുപാട് വിൻമില്ലുകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഞങ്ങൾ നല്ലൊരു ഏരിയ വന്നപ്പോൾ ഞങ്ങൾ അവിടെ നിർത്തിയിട്ട് വിൻമില്ലിന്റെ കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ. പക്ഷെ ഭയങ്കര വെയിലായിരുന്നു കേട്ടോ. ഏകദേശം ഒരു ഉച്ച ടൈമൊക്കെ ആയി. ഞങ്ങൾ വണ്ടിയിൽ നിന്ന് പുറത്തിറങ്ങി കഴിഞ്ഞപ്പോഴത്തേനും അന്യായ ചൂടായിരുന്നു കേട്ടോ.
ഭയങ്കരമായിട്ട് ഹ്യൂമിഡിറ്റിയും ചൂടും കാരണം ഇങ്ങനെ ശരീരം പൊള്ളുന്ന ചൂടായിരുന്നു കേട്ടോ, അതേപോലെ ചൂടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് നമ്മൾ വീണ്ടും അവിടെ നിന്ന് യാത്ര തുടങ്ങി കേട്ടോ. അപ്പോൾ ഏകദേശം നമ്മൾ പളനി എത്താറായി. ഏകദേശം ഒരു 25 കിലോമീറ്റർ കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പളനി എത്തും കേട്ടോ. അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മൾ ലഞ്ച് കഴിക്കാനായിട്ട് ഒരു ഹോട്ടൽ നോക്കി, ഒരു പ്യുവർ വെജിറ്റേറിയൻ ഹോട്ടൽ. അപ്പോൾ നമ്മൾ അവിടെ വണ്ടി നിർത്തി ഹോട്ടലിൽ കയറി കേട്ടോ. അപ്പോൾ ഇവിടുത്തെ റൈസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ നമ്മൾ സാധാരണ ഫ്രൈഡ് റൈസ് ഒക്കെ ഉണ്ടാക്കുന്ന പോലത്തെ റൈസ് ഇല്ല, വൈറ്റ് റൈസ്, അതുപോലത്തെ റൈസ് ആയിരുന്നു. അതിൻ്റെ കൂടെ കുറച്ച് അവരുടേതായിട്ടുള്ള എന്തോ കറികളൊക്കെ, കുറച്ച് കിഴങ്ങറികളും അങ്ങനത്തെ കറികളൊക്കെ ആയിട്ടൊരു മീഡിയം ടൈപ്പിലുള്ള ഒരു ഊണ് നമ്മൾ കഴിച്ചു. അത്യാവശ്യം നല്ല ബോറായിട്ടുള്ള ഒരു ഹോട്ടലായിരുന്നു കേട്ടോ അത്. ഫുഡൊന്നും അത്ര വലിയ സെറ്റപ്പില്ലായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിച്ചിട്ട് നമ്മൾ നേരെ പളനിയിലേക്ക് പോകണം. നമ്മൾ പഴനിയുടെ മണ്ണിലെത്തി. അപ്പോൾ ഇതിൻ്റെ തൊട്ടപ്പുറത്ത് ലെഫ്റ്റ് സൈഡിൽ കാണുന്ന പഴനിയിലെ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് കേട്ടോ. അപ്പോൾ ബസ്സിലൊക്കെ വരുന്നവർക്ക് ഇവിടെ ഇറങ്ങിയിട്ട് വേണമെങ്കിൽ നമുക്ക് കുതിരവണ്ടി യൂസ് ചെയ്യാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഓട്ടോയെ വിളിച്ചിട്ട് വേണം നമുക്ക് ടെമ്പിളിൻ്റെ അങ്ങോട്ട് പോകാനായിട്ട് കേട്ടോ. അപ്പോൾ ഈ പഴനിയുടെ ഈ ഏരിയ ഇവിടെ തൊട്ട് തന്നെ ഒരുപാട് കുതിരവണ്ടികളൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതിന് മുമ്പൊന്നും നമ്മൾ കുതിരവണ്ടികളൊന്നും കണ്ടില്ല. അത് ഈ പഴനിയുടെ ഈ ഒരു ഏരിയയിലാണ് നമ്മൾ കണ്ടത്. ഈ പഴനി ടൗണിൻ്റെ ഏരിയ മാത്രമാണ് നമ്മൾ കുതിരവണ്ടികൾ കുറേ കണ്ടു കേട്ടോ. നമ്മൾ ആ കാണുന്ന ആ ഒരു മല കേട്ടോ, പഴനി മല, അതിൻ്റെ മേളിൽ ഏറ്റവും ടോപ്പിലാണ് ആ ടെമ്പിൾ ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് നോക്കുമ്പോൾ മല ഒത്തിരി ഹൈറ്റായിട്ടൊന്നും തോന്നുമില്ലെങ്കിൽ തന്നെ നമ്മൾ കയറി തുടങ്ങുമ്പോൾ അങ്ങോട്ട് അത്യാവശ്യം നല്ല ഒരു ഹെവി മല തന്നെയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഞാൻ പറഞ്ഞില്ല, ബസ് സ്റ്റാൻഡിൻ്റെ ഇവിടുന്ന് ഏകദേശം ഒരു 1.5-2 കിലോമീറ്ററോളം ഉണ്ടെന്ന് തോന്നുന്നു ടെമ്പിളിൻ്റെ താഴെ വരെ ആയിട്ട് കേട്ടോ. അപ്പോൾ ഈ ബസ്സിനും ട്രെയിനും ഒക്കെ വന്നവർക്ക് എന്തായാലും ഒരു ഓട്ടോ വിളിച്ചിട്ട് വേണം ടെമ്പിളിൻ്റെ അവിടം വരെ എത്താനായിട്ട്. അപ്പോൾ നമ്മൾ നേരത്തെ റൂമൊന്ന് ബുക്ക് ചെയ്തിട്ടല്ലായിരുന്നു ഈ പളനിയിലേക്ക് വന്നത്. ഇവിടെ വന്നിട്ട് റൂം നോക്കിയിട്ട് റേറ്റ് കുറഞ്ഞതൊക്കെ എടുക്കാന്നുള്ള ഒരു രീതിയിലാണ് നമ്മൾ വന്നത് കേട്ടോ. അപ്പം നമ്മൾ ആദ്യമേ ഇവിടെ വന്നിട്ട് പാർക്കിംഗ് ഒക്കെ നോക്കി കഴിഞ്ഞപ്പം ദേവസ്വത്തിൻ്റെ കുറേ പാർക്കിംഗ് ഉണ്ട് ഫ്രീ ആയിട്ടുള്ള, അതെല്ലാം ഫുള്ള് ഫില്ലായിട്ട് കിടക്കുവാണ്. പിന്നെ അതിൻ്റെ തൊട്ടപ്പുറമായിട്ട് തന്നെ പ്രൈവറ്റ് ആയിട്ടുള്ള പാർക്കിംഗും ഉണ്ട് കേട്ടോ. അപ്പം 1 ഡേ വന്നിട്ട് പോകുന്നവർക്കൊക്കെ അവിടെയൊക്കെ പാർക്ക് ചെയ്തിട്ട് ടെമ്പിളിൽ കയറി വിസിറ്റ് ചെയ്തിട്ട് നമുക്ക് പോകാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പം നമ്മൾ സ്റ്റേ ഉള്ളതുകൊണ്ട് തന്നെ ഞങ്ങൾ ഒരു റൂം നോക്കിയിട്ടു. അപ്പോൾ റൂം നമുക്ക് കിട്ടിയത് ഈ പളനി ടെമ്പിൾ ആ മലയുടെ തൊട്ട് അടുത്തായിട്ട് തന്നെയാണ്. അതായത് റൂമിൽ നിന്ന് ജസ്റ്റ് നമ്മളൊന്ന് പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ പളനി മലയുടെ അവിടെ എത്തും കേട്ടോ. അപ്പം അങ്ങനത്തെ ഒരു റൂം നമ്മൾ നോക്കി കണ്ടുപിടിച്ചിട്ടോ. റൂമുകൾ എടുക്കുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അമ്പലത്തിനോട് അത്യാവശ്യം അടുത്താണെങ്കിൽ വേഗം നമുക്ക് അമ്പലത്തിലേക്ക് പോകാനായിട്ട് സാധിക്കും കേട്ടോ. ഞങ്ങൾ പളനി അമ്പലത്തിൽ വന്നിട്ട് തല മൊട്ടയടിക്കാനാണ് പ്ലാന്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒത്തിരി ദൂരത്തൊക്കെ റൂം എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അവിടെ നിന്ന് നടന്ന് തല മൊട്ടയടിച്ചതിന് ശേഷം തിരിച്ച് റൂമിൽ വന്ന് കുളിച്ച് വീണ്ടും നമുക്ക് അമ്പലത്തിലേക്ക് വരാനൊക്കെ ആയിട്ട് വലിയ പാടായിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ എടുത്ത റൂം അമ്പലത്തിനോട് ചേർന്നുള്ളതായതുകൊണ്ട് നമുക്ക് ഭയങ്കര ഉപകാരപ്പെട്ടു കേട്ടോ. കാണുന്ന ഇതാണ് ദേവസ്വത്തിന്റെ കീഴിലുള്ള മുടി മുറിക്കുന്ന സ്ഥലം കേട്ടോ. അപ്പൊ ഞങ്ങൾ ഇവിടെ ചെന്നപ്പോൾ തന്നെ നല്ല മഴ തുടങ്ങിയായിരുന്നു. അപ്പൊ എല്ലാവരും ഇവിടെ പോസ്റ്റ് അടിച്ച് നിൽക്കുന്നുണ്ടോ. പളനി മലയിൽ ഇങ്ങനെ മഴ പെയ്യുന്നത് നമുക്ക് ഇങ്ങനെ കാണാനായിട്ട് സാധിക്കും. നല്ല ഹെവി മഴയാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ കുറച്ച് നേരം അവിടെ പോസ്റ്റായി. എന്നിട്ട് ഞങ്ങൾ മഴയൊന്ന് കുറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും ഞങ്ങൾ ആ മുടി മുറിക്കുന്ന അങ്ങോട്ടേക്ക് പോയിട്ടോ. മുടി മുറിക്കുന്നതിൻ്റെ ഇവിടെ ആദ്യം തന്നെ നമ്മൾ വന്നിട്ട് ടോക്കൺ എടുക്കണം. ഈ ടോക്കൺ എടുക്കുന്നതിന് ഒരു പ്രത്യേകതയുണ്ട്. നമ്മുടെ ഫേസ് ഒക്കെ കാണിച്ച് ഒരു ഫോട്ടോ എടുത്തിട്ട് അതിൻ്റെ ഒരു ടോക്കൺ ആട്ടോ തന്നെ. ആ ടോക്കണിനകത്ത് നമ്മുടെ ഫേസും കാണും, നമ്മുടെ മുടി മുറിക്കുന്ന ഡേറ്റും ടൈമും എല്ലാം കാണും കേട്ടോ. നമ്മുടെ മുടിയോട് കൂടിയുള്ള ഫോട്ടോ വെച്ചിട്ട് അതിനകത്ത് ബിഫോർന്ന് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ടോക്കണും കൊണ്ട് നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ അവിടെ ഒരുപാട് മുടി മുറിക്കുന്ന ആൾക്കാർ ഇരിക്കുന്നതായിട്ട് കാണാം. അപ്പോൾ അവിടെ നമുക്ക് ടോക്കൺ കൊടുത്തിട്ട് അവിടെ നിന്ന് നമുക്ക് മുടി മുറിച്ചിട്ട് നമുക്ക് പുറത്തിറങ്ങാം കേട്ടോ. അപ്പോൾ പുറത്തിറങ്ങി കഴിഞ്ഞ് മുടി മുറിച്ചതിന് ശേഷം ആ പാസ് ഒന്നുകൂടി കാണിച്ച് കഴിയുമ്പോഴത്തേനാണ് അത് ഫുള്ള് കംപ്ലീറ്റ് ആവുള്ളൂ കേട്ടോ. അപ്പോൾ ഇത് ഞങ്ങൾ ഉള്ളിലേക്ക് കയറി. അപ്പോൾ ഇത് ഒരുപാട് ആൾക്കാർ ഇവിടെ ഉണ്ടായിരുന്നു. ഇതിൻ്റെ ഉള്ളിൽ ഒരുപാട് തിരക്കൊന്നും ഇല്ലായിരുന്നു കേട്ടോ. എൻ്റെ ഇഷുവിൻ്റെ മുടി മുറിക്കണം. അപ്പോൾ ആദ്യമേ ഇഷുവിൻ്റെ മുടി മുറിക്കാമെന്ന് വിചാരിച്ചു. അപ്പം എൻ്റെ മടിയിൽ ഇഷുവിനെ ഇരുത്തിയിട്ട് ഞങ്ങൾ മുറിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. അപ്പോൾ ഇഷു ബേബിൻ്റെ മുടി ഇതേ ഷേവ് ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഇതേ നമ്മൾ ടോക്കൺ എടുത്ത് കഴിയുമ്പോൾ ടോക്കൻ്റെ കൂടെ തന്നെ ടോക്കൺ പ്ലസ് ഒരു ബ്ലേഡും കൂടെ നമുക്ക് തരും കേട്ടോ. അപ്പോൾ ഇവിടെ വന്നെ എല്ലാവർക്കും സെപ്പറേറ്റ് ബ്ലേഡ് വെച്ചിട്ടാണ് മുടി ഷേവ് ചെയ്യുന്നത്. അപ്പോൾ അതേ ഇഷു ബേബിൻ്റെ മുടി ഇങ്ങനെ ഷേവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇഷു ബേബി ഒന്നും മിണ്ടാതെ അനങ്ങാതിരിക്കുന്നുണ്ട് കേട്ടോ. എൻ്റെ കയ്യിൽ അങ്ങനെ ഇരുന്ന് ഇപ്പോൾ വേറൊരാളിങ്ങനെ മുടി മുറിക്കണം എന്താണെന്ന് അറിയത്തില്ല, അനങ്ങിയിട്ടേ ഇല്ല, കരഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ. ആ മുടി വലിക്കുന്ന ചേട്ടൻ തല എങ്ങോട്ട് തിരിക്കണം അങ്ങോട്ടെല്ലാം തിരിച്ച് അനങ്ങാതെ കണ്ടോ, ഒരു കരച്ചിലും ഒന്നുമില്ലാതെ അങ്ങനെ ഇരിക്കുന്നുണ്ടോ. എന്താ തലയും ചെയ്യണമെന്ന് ഒരു പിടുത്തം ഇല്ലാതെ ഷേവ് ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ ഈസി ആയിട്ട് തന്നെ അത് ഷേവ് ചെയ്യാൻ സാധിച്ചു എന്ന് എനിക്ക് തോന്നുന്നത്.
സാധാരണ പിള്ളേരൊക്കെ വന്നു കഴിഞ്ഞാൽ ഭയങ്കര പാടാണ്. ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്ന ഇഷു ബേബി ഭയങ്കര വഴക്കായിരിക്കും, മുടി മുറിക്കാൻ പറ്റില്ല, അപ്പം അങ്ങനെയാണെങ്കിൽ ട്രിമ്മും എല്ലാം ചെയ്യാന്നൊക്കെ ഓർത്തായിരുന്നു നമ്മളിരുന്നത്. പക്ഷെ കരച്ചിലോ ബഹളോ ഒന്നുമില്ലാതെ ഇങ്ങനെ നമ്മളെങ്ങോട്ട് തല തിരിച്ചു വെക്കുന്നോ അങ്ങോട്ട് തിരിച്ചു വെച്ചിട്ട് ഇങ്ങനെ അനങ്ങാതിരിക്കുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ ഈസി ആയിട്ട് ഇഷുവിൻ്റെ മുടി മുറിക്കാനായിട്ട് സാധിച്ചു കേട്ടോ. അപ്പോൾ ഇഷുവിൻ്റെ ഇതേ മുടി ഫുള്ള് നമ്മൾ ഷേവ് ചെയ്ത് കഴിഞ്ഞു കേട്ടോ. വേഗം തന്നെ കഴിഞ്ഞു. ഇഷു ഒട്ടും ബഹളോ കരച്ചിലോ ഒരനക്കം പോലും ഇല്ലാത്തതുകൊണ്ട് തന്നെ വളരെ സിമ്പിളായിട്ട് ഫുള്ള് മുടി ക്ലീനാക്കി ഷേവ് ചെയ്തെടുക്കാനായിട്ട് സാധിച്ചു കേട്ടോ. അപ്പം നമ്മളിവിടെ ഷേവ് ചെയ്ത് കഴിഞ്ഞിട്ട് ആ ഷേവ് ചെയ്യുന്ന ആൾക്ക് ജസ്റ്റ് എന്തെങ്കിലും ഒരു ദക്ഷിണയൊക്കെ കൊടുക്കണം കേട്ടോ. അതായത് ഈ മുടി മുറിക്കുന്നത് കംപ്ലീറ്റ് ദിവസത്തിൻ്റെ ആയതുകൊണ്ട് തന്നെ ഫുള്ള് അത് ഫ്രീ ആണ്. പ്ലസ് ഇവിടെ കയറി ഈ മുടി മുറിക്കുന്ന ആൾക്ക് മുടി മുറിച്ച് കഴിയുമ്പോൾ ദക്ഷിണയായിട്ടാണ് നമ്മൾ എന്തെങ്കിലും ഒരു എമൗണ്ട് കൊടുക്കുന്നത്. അത് ഫീസൊന്നുമല്ല, ദക്ഷിണയായിട്ട് കൊടുക്കുവാണ്. അപ്പോൾ ആ ഒരു എമൗണ്ട് ഇഷു ബേബീൻ്റെ ദക്ഷിണ കൊടുത്തിട്ട് ഇത് എൻ്റെ തലമുടി ഷേവ് ചെയ്യാനായിട്ട് ഇരുന്നു കേട്ടോ. അതും വേഗം തന്നെ ഷേവ് ചെയ്ത് കഴിഞ്ഞു. എൻ്റെ ഒരുപാട് മുടി ഉണ്ടായിരുന്നു, അതും വേഗം തന്നെ തീരും കേട്ടോ. ഏകദേശം ഒരു 10 മിനിറ്റ് പോലും എടുക്കൂല ഒരാളുടെ തല ഫുള്ള് ഷേവ് ചെയ്യാനായിട്ട്. അപ്പം എൻ്റെ ഫുള്ള് കഴിഞ്ഞു, ക്ലീൻ ആക്കി തന്നു കേട്ടോ. ഫുൾ ഒരു തരി പോലും മുടിയില്ലാതെ നല്ല അടിപൊളിയായിട്ട് തന്നെ ഫുള്ളത് ഷേവ് ചെയ്തെടുത്തു കേട്ടോ. അപ്പം എൻ്റെ മുടി മുറിച്ച ആക്കും നമ്മൾ ദക്ഷിണ കൊടുത്തതിന് ശേഷം ഞങ്ങൾ ഇവിടുന്ന് നേരെ ഇഞ്ഞി പോവാട്ടോ. അപ്പോൾ നമ്മളിവിടെ മുടി മുറിച്ചതിന് ശേഷം നമ്മൾ റൂമിൽ പോയിട്ട് കുളിക്കാം, അല്ലെങ്കിൽ ഇവിടെ തന്നെ കുളിക്കാനായിട്ടുള്ള സൗകര്യമുണ്ട്. അപ്പോൾ അവിടെ പോയി നമുക്ക് കുളിച്ചിട്ട് തലയിൽ ചന്ദനം തേച്ചിട്ടാണ് പളനി അമ്പലത്തിലേക്ക് പോകുന്നു കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞല്ലോ റൂം ഇവിടെ തൊട്ടടുത്തായതുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് മുടി മുറിച്ചതിന് ശേഷം റൂമിൽ പോയി കുളിച്ച് ഉടുപ്പൊക്കെ മാറി ചന്ദനം തൂത്തിട്ട് അമ്പലത്തിൽ കയറാമെന്ന് വിചാരിച്ചാണ് നമ്മൾ ഇരിക്കുന്നത് കേട്ടോ. ഞങ്ങൾ റൂമിൽ പോയി കുളിച്ച് ഉടുപ്പൊക്കെ മാറിയതിന് ശേഷം പുറത്തിറങ്ങി. അന്നേരത്തെ തന്നെ ഏകദേശം ഒരു 7:30 ആയി കേട്ടോ. ആ ഒരു ടൈമായി പയ്യെ ഇരുട്ടി തുടങ്ങി കേട്ടോ. ചെറുതായിട്ട് ഇരുട്ടിയൊക്കെ തുടങ്ങി. അന്നേരത്തേനാണ് നമ്മൾ അമ്പലത്തിലേക്ക് കയറാൻ പോകുന്നത് കേട്ടോ. അപ്പൊ ഇനി നമുക്ക് തലയിൽ ചന്ദനം തേക്കണം കേട്ടോ. ഇവിടെ ചന്ദനം തലയിൽ തേച്ച് തരുന്നവരുണ്ട്, അല്ലെങ്കിൽ നമുക്ക് തന്നെ ഷോപ്പിൽ നിന്ന് കുറച്ച് ചന്ദനം മേടിച്ചിട്ട് കലക്കി തലയിൽ തൂത്താൽ മതി കേട്ടോ. എങ്ങനെ വേണമെങ്കിലും നമുക്ക് ചെയ്യാം. അതായത് തലയിൽ ചന്ദനം തൂത്ത് കയറണം എന്നാണ് പറയുന്നത്. ചന്ദനം തൂക്കാതെ തന്നെ കയറിയെന്ന് ഓർത്ത് പ്രശ്നമൊന്നുമില്ല കേട്ടോ. അപ്പൊ ഞങ്ങൾ കടയിൽ പോയിട്ട് കുറച്ച് ചന്ദനം മേടിച്ചതിന് ശേഷം എന്റെയും ഇഷു ബേബീന്റെ തലയിൽ തേച്ചു കേട്ടോ. തലയിൽ തേക്കുമ്പോൾ നല്ലൊരു തണുപ്പൊക്കെ കിട്ടും. അപ്പോൾ അതൊക്കെ തേച്ച് നല്ല പിടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ. അപ്പോൾ നമ്മൾ ആ ദൂരെ കാണുന്ന ആ ഒരു കവാടം ഉണ്ടല്ലോ, അതാണ് പളനി അമ്പലത്തിലേക്ക് കയറാനുള്ള മെയിൻ എൻട്രൻസ് കേട്ടോ. ആ കവാടത്തിന്റെ ഒരു ഫ്രണ്ട് ഭാഗമാണ് ഇത്. ഇവിടെ നിന്നാണ് നമ്മൾ പളനി മല കയറാനായിട്ട് തുടങ്ങുന്നത് കേട്ടോ. ആ കവാടത്തിന്റെ ലെഫ്റ്റ് സൈഡിലുള്ള ഒരു എൻട്രൻസ് ആണ് ഇത് പളനി അമ്പലത്തിലേക്കുള്ളത്. അപ്പം നമ്മൾ ഇവിടെ നിന്ന് ഇനി നേരെ പളനി മല കയറാനായിട്ട് പോവുകയാണ്. നമ്മൾ ഈ കണ്ട പളനി മല കയറാനുള്ള എൻട്രൻസ് ഇല്ല, അവിടെ വരെയാണ് നമുക്ക് മൊബൈൽ ഫോണുകൾ കൊണ്ടുവരാനായിട്ട് സാധിക്കും കേട്ടോ. മൊബൈൽ ഫോണുകളും ചെരുപ്പുകളും, മൊബൈൽ ഫോണുകളോ ചെരുപ്പുകളോ ഒന്നും പളനി മലയിലേക്ക് കൊണ്ടുപോകാനായിട്ട് സാധിക്കില്ല കേട്ടോ. അതെല്ലാം താഴെ വെച്ചതിന് ശേഷമാണ് നമുക്ക് മുകളിലേക്ക് കയറാനായിട്ട് സാധിക്കുള്ളൂ. ഒന്നെങ്കിൽ നമുക്ക് ഇതെല്ലാം റൂമിൽ വെച്ചിട്ട് വരാം, അല്ലെങ്കിൽ ഇതിന് താഴെ ചെരുപ്പും ഫോണും ഒക്കെ ഡെപ്പോസിറ്റ് ചെയ്യുന്ന ഒരുപാട് ക്ലോക്ക് റൂമുകൾ അവൈലബിൾ ആണ്. ദേവസ്വത്തിൻ്റെ ഉണ്ട്, അല്ലാതെ പ്രൈവറ്റ് ആയിട്ടുള്ളതുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ നമുക്ക് അവിടെ ഒന്നെങ്കിൽ സേവ് ചെയ്തിട്ട് പോകാം, അല്ലെങ്കിൽ റൂമിൽ വെച്ചിട്ട് പോകാം കേട്ടോ. അപ്പോൾ നമ്മുടെ റൂം ഈ അമ്പലത്തിനോട് ചേർന്ന് തന്നെ ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ തിരിച്ച് റൂമിൽ കൊണ്ടുപോയി സാധനങ്ങളെല്ലാം വെച്ചിട്ടാണ് നേരെ പളനി മല കയറിയത് കേട്ടോ. അപ്പോൾ പളനി മല കയറിയ ഒരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 3 രീതിയിൽ പളനി മലയുടെ ടോപ്പിലെത്താനായിട്ട് സാധിക്കും കേട്ടോ.
ഒരെണ്ണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1001 സ്റ്റെപ്പ് വഴി നമുക്ക് കയറി പളനി ടെമ്പിളിൽ എത്താനായിട്ട് സാധിക്കും. അല്ലെങ്കിൽ തൊട്ടപ്പുറത്തെ ഈ മലയുടെ അപ്പുറത്തെ സൈഡിലായിട്ട് 690 സംതിങ് സ്റ്റെപ്പ് കയറിയിട്ട് നമുക്ക് ഈ പളനി മലയിൽ എത്താനായിട്ട് സാധിക്കും. ഈ 690 സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുത്തനെ കുറച്ച് സ്റ്റെപ്പ് അല്ലാതെ തന്നെ കുറച്ച് വൈഡ് ആയിട്ടുള്ള സ്റ്റെപ്പുകളാണ്. ഇത് ആനയ്ക്ക് കയറാനുള്ള ഒരു വഴിയായിട്ടാണ് ഈ ഒരു സ്റ്റെപ്പുകൾ ഇരിക്കുന്നത് കേട്ടോ. ആനപ്പാത എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ സ്റ്റെപ്പുകളുടെ എണ്ണം കുറവായിരിക്കും, എന്നാൽ കുറച്ച് ദൂരം കൂടുതലായിരിക്കും കേട്ടോ. അന്ന രീതിയിൽ നമുക്ക് വേണമെങ്കിൽ അതിലെ വേണമെങ്കിലും നമുക്ക് കയറിയിട്ട് പളനി ടെമ്പിളിൽ എത്താനായിട്ട് സാധിക്കും. മൂന്നാമത്തെ വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോപ്പ് കാറുകളുണ്ട്. മലയുടെ തന്നെ വേറൊരു സൈഡിലായിട്ട് റോപ്പ് വേ ഉണ്ട്. ആ റോപ്പ് വേ കൂടെ നമുക്ക് വേണമെങ്കിലും മേളിൽ എത്താനായിട്ട് സാധിക്കും. റോപ്പ് കാറുകൾ അവൈലബിൾ ആണ്. അത് പെർ ഹെഡ് ഇത്ര റേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. വേണം നമുക്ക് അങ്ങനെയും, അതായത് ഒട്ടും കയറാൻ വയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ വേണമെങ്കിൽ നമുക്ക് റോപ്പ് കാറൊക്കെ യൂസ് ചെയ്തും പളനി മലയുടെ ടോപ്പിലെത്താനായിട്ട് സാധിക്കും കേട്ടോ. അപ്പം ഇങ്ങനെ 3 രീതിയിൽ നമുക്ക് പളനി മലയുടെ മുകളിൽ എത്താനായിട്ട് സാധിക്കും. അപ്പം ഞങ്ങൾ കയറിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 1001 പടിയും കയറിയിട്ടാണ് ഞങ്ങൾ പളനി മലയുടെ ടോപ്പിലെത്തി കേട്ടോ. അപ്പോൾ ഓൾറെഡി പറഞ്ഞു ഞങ്ങൾ ആദ്യമായിട്ടാണ് ഈ പളനിയിൽ വരുന്നത്. അപ്പോൾ ആദ്യമായിട്ട് വരുന്നവർ ഈ ഒരു 1001 സ്റ്റെപ്പ് കയറി തന്നെ മേളിൽ ചെല്ലണം എന്നുള്ള ഒരു വിശ്വാസമൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ അങ്ങനെ നോക്കുന്നവർക്ക് വേണമെങ്കിൽ നമുക്ക് അങ്ങനെ കറക്റ്റ് 1001 സ്റ്റെപ്പ് കയറിയിട്ട് നമുക്ക് മുകളിലെത്താം കേട്ടോ. ഈ 1001 സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാടൊന്നുമില്ല. 1001 സ്റ്റെപ്പ് ഇരിക്കുന്നത് ഏകദേശം 1 കിലോമീറ്റർ സംതിങ് ദൂരമാണ് കേട്ടോ വന്നോളും. അത്രയും ദൂരത്തിലാണ് ഈ 1001 സ്റ്റെപ്പ് ഇരിക്കുന്നത്. അപ്പോൾ ഈ 1001 സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം കുത്തനെ തന്നെയുള്ള സ്റ്റെപ്പുകളാണ്. പിന്നെ നമുക്ക് കയറുന്ന വഴിയിലൊക്കെ ഒരുപാട് സ്ഥലത്ത് ഇങ്ങനെ റെസ്റ്റ് ചെയ്യാം, അടുത്ത് കഴിഞ്ഞാൽ റെസ്റ്റ് ചെയ്യാനും ഇരിക്കാനും ഒക്കെ ആയിട്ടുള്ള ഒരുപാട് സ്ഥലങ്ങളുണ്ട്. പിന്നെ വെള്ളം കുടിക്കാനായിട്ടുള്ള ഏരിയകളും വാഷ്റൂമുകളും ഒക്കെ അവൈലബിൾ ആണ് കയറി പോകുന്ന വഴിക്ക്. അതുകൊണ്ട് അത് ഓർത്തൊന്നും ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. അപ്പോൾ ആദ്യമായിട്ട് പോകുന്നവർ സ്റ്റെപ്പുകൾ തന്നെ കയറിയിട്ട് മേളിലെത്തി ടെമ്പിളിൽ കയറി മുരുകനെ കണ്ടിറങ്ങാനൊക്കെ ആയിട്ട് നോക്കുക. ഇവിടെയൊക്കെ ഒരുപാട് ആൾക്കാർ ഈ കുതിരവണ്ടികളൊക്കെ യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. നമ്മുടെ ഇവിടുത്തെ ഓട്ടോറിക്ഷ പോലെ തന്നെയാണ് അവിടുത്തെ കുതിരവണ്ടികളും. ഒരുപാട് ആൾക്കാർ ഇവിടെ കുതിരവണ്ടികളൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ കുതിരവണ്ടിയൊക്കെ നമ്മൾ യൂസ് ചെയ്യുവാണെങ്കിൽ ആദ്യം തന്നെ റേറ്റും കാര്യങ്ങളും ഒക്കെ പറഞ്ഞ് ഉറപ്പിച്ചതിന് ശേഷം എന്ത് സാധനമാണെങ്കിലും ഓട്ടോയാണെങ്കിലും കുതിരവണ്ടി ആണെങ്കിലും ആദ്യമേ റേറ്റും കാര്യങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷം നമ്മളത് ചൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. ഒരുപാട് ആൾക്കാർ ഇവിടെ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്തതിന് ശേഷം നമ്മുടെ കയ്യിൽ നിന്ന് കൂടുതൽ കാശ് മേടിക്കുന്ന ഒരു സ്വഭാവം ഞാൻ കുറേ പേരിൽ കണ്ടു. അതൊക്കെ ശ്രദ്ധിച്ചു വേണം നമ്മളിവിടെ പളനിയിൽ വന്നിട്ട് ഓരോരോ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ടോ. ഇതാണ് പളനിയിലെ ആ ബസ് സ്റ്റാൻഡ് കേട്ടോ. നമ്മൾ ഇങ്ങോട്ട് വന്നപ്പോൾ കണ്ട ആ ബസ് സ്റ്റാൻഡാണ് അത്. ഇനി നമ്മളിവിടെ നിന്ന് നേരെ പളനി വിട്ട് പയ്യെ പോവാട്ടോ, ഹൈവേയിലേക്ക് കയറാൻ പോവാണ്. പളനി വിട്ട് കഴിഞ്ഞാൽ അത്യാവശ്യം തിരക്കും കാര്യങ്ങളൊക്കെ കുറഞ്ഞ് അത്യാവശ്യം ഒരു നല്ലൊരു ഹൈവേ ഒക്കെ വന്നിട്ടോ. അപ്പോൾ നമ്മൾ ഹൈവേ കൂടെ കുറച്ച് ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പം തന്നെ വഴി സൈഡിലായിട്ട് വഴിയോര കച്ചവടക്കാർ ഇങ്ങനെ ഫ്രൂട്ട്സ് വെച്ചേക്കുന്നത് കണ്ടു കേട്ടോ. അപ്പോൾ നമ്മൾ വണ്ടി കഴിഞ്ഞ് നോക്കിയപ്പോൾ മാമ്പഴവും പേരക്കൊക്കെ ഇങ്ങനെ പഴുത്ത് തിളങ്ങുന്നത് കണ്ടു. അതുകൊണ്ട് നമ്മളവിടെ വണ്ടി ചവിട്ടി കേട്ടോ. അപ്പോൾ നല്ലൊരു ഏരിയ ആണ്. ഹൈവേയുടെ സൈഡിൽ നല്ല സ്പേസ് ഉള്ളിടത്തായിരുന്നു കേട്ടോ ഇവർ ഈ ഒരു കട ഇട്ടേക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഇവിടെ വണ്ടിയൊക്കെ നിർത്താനും കുറച്ച് നേരം വണ്ടിയിൽ നിന്ന് ഇറങ്ങി റെസ്റ്റ് ചെയ്യാനും കാറ്റ് കൊള്ളാനും ഒക്കെ പറ്റിയ ഒരു സ്പോട്ടായിരുന്നു. അപ്പോൾ നമ്മളവിടെ ഇറങ്ങി ഒരുപാട് ഫ്രൂട്ട്സ് നമ്മൾ അവിടെ നിന്ന് മേടിച്ചു കേട്ടോ. അത്യാവശ്യം റേറ്റ് കുറവായിരുന്നു. പിന്നെ മാങ്ങാപ്പഴമൊക്കെ നമ്മൾ അവിടെ നിന്ന് എടുത്ത് ചെത്തി കഴിച്ച് നോക്കി. നല്ല മധുരമുള്ള നല്ല അടിപൊളി മാങ്ങാപ്പഴമായിരുന്നു കേട്ടോ. അപ്പോൾ മാങ്ങാപ്പഴം നമ്മൾ കുറേ മേടിച്ചു. കുറച്ച് പേരക്കയും വേറെ ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ നമ്മൾ ഇവിടുന്ന് മേടിച്ചു കേട്ടോ. അപ്പോൾ നമ്മൾ ഫ്രൂട്ട്സും കാര്യങ്ങളും എല്ലാം മേടിച്ച് നമ്മൾ പളനിയിൽ നിന്ന് നേരെ പൊള്ളാച്ചി റൂട്ടിലേക്കാണ് പോകുന്നത് കേട്ടോ. പളനി ടു പൊള്ളാച്ചി നല്ല അടിപൊളി നല്ല കിടിലൻ ഹൈവേ ആണ് കേട്ടോ. നല്ല വണ്ടി സ്പീഡ് കയറുന്നത് അറിയില്ല. അടിപൊളിയായിട്ട് നമുക്ക് ഡ്രൈവ് ചെയ്ത് വേഗം തന്നെ എത്താം കേട്ടോ. അതായത് ഒരുപാട് ദൂരം നമുക്കിങ്ങനെ കാണാനായിട്ട് സാധിക്കും. വണ്ടികളൊന്നും ഇല്ലാതെ നല്ല സ്ട്രെയിറ്റ് റോഡാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഡ്രൈവ് ചെയ്യുമ്പോൾ നല്ലൊരു കോൺഫിഡൻസ് ഒക്കെ കിട്ടി നമുക്ക് വേഗം തന്നെ, അതായത് പളനിയിൽ നിന്ന് വേഗം തന്നെ നമുക്ക് പൊള്ളാച്ചിയിലേക്ക് എത്താനായിട്ട് സാധിക്കും കേട്ടോ. അപ്പോൾ നല്ല അടിപൊളി റോഡാണ്. അപ്പം ഡ്രൈവിംഗ് ഇഷ്ടപ്പെടുന്നവർക്ക് ഈ റൂട്ടൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. പിന്നെ ഡ്രൈവ് ചെയ്യുമ്പോൾ ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ തന്നെ സൂക്ഷിച്ചും കണ്ടും കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ മാത്രം അതേപോലെ ഓടിക്കുക. അപ്പോൾ നമ്മുടെ ഇനി നെക്സ്റ്റ് പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പളനിയിൽ നിന്ന് നേരെ കോയമ്പത്തൂർ പിടിക്കും. കോയമ്പത്തൂരിൽ നിന്ന് പിന്നെ ഇഷായോഗയിലേക്ക് പോകാനാണ് കേട്ടോ. അപ്പോൾ അതാണ് നമ്മുടെ നെക്സ്റ്റ് പ്ലാന്. അപ്പം നമ്മൾ ഇഷായോഗയിൽ സ്റ്റേ ഒന്നുമില്ല. അവിടെ ഇഷായോഗ കണ്ടതിന് ശേഷം നേരെ റിട്ടേൺ വീട്ടിലേക്കാണ്. അപ്പോൾ നമ്മുടെ അടുത്ത വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഷായോഗയായിരിക്കും. യോഗീൻ്റെ ആ ഒരു സ്റ്റാച്ചു ഉണ്ടല്ലോ, ശിവൻ്റെ വലിയ പ്രതിമ, അതിങ്ങോട്ടേക്കാണ് നമ്മൾ ഇനി പോകുന്നത് കേട്ടോ. അപ്പോൾ ആ വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ വരാം. അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടുതൽ വീഡിയോയ്ക്ക് ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് ഉടനെ നമ്മുടെ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.